നമസ്കാരം. ഞാൻ ഗണേശൻ തിരുമേനി, ഹരിഹരമഠം, കൊല്ലം. നമ്മളൊരു ക്ഷേത്രത്തിൽ ദർശനത്തിൽ ചെല്ലുമ്പോൾ ഒരു 80% മുകളിൽ ആൾക്കാരും ഓരോ ആഗ്രഹങ്ങൾ നടക്കുവാൻ വേണ്ടിയിട്ടാണ് പല ക്ഷേത്രങ്ങളിലും ദർശനത്തിൽ ചെല്ലുന്നത്. അല്ലാതെ പോലും നമ്മൾ ഒരു ക്ഷേത്രത്തിൽ ചെല്ലുമ്പോൾ ആദ്യം ചെന്ന് ഭഗവാനെ ഒന്ന് പ്രാർത്ഥിച്ചിട്ട് എൻ്റെ ഇന്ന കാര്യങ്ങൾ ഒന്ന് നടത്തി തരണേ എന്നുള്ള ആവശ്യങ്ങളാണ് അവിടെ ഉന്നയിക്കാറുള്ളത്. ആവശ്യങ്ങൾക്കാണ് സത്യത്തിൽ അവിടെ പോകുന്നത് എന്ന് വേണമെങ്കിൽ പറയാം, അല്ലേ? ഇത് എല്ലാവരുടെയും കാര്യമല്ല, ഒരു 80% മുകളിൽ ആൾക്കാരാണ് അപ്രകാരത്തിൽ ചെയ്യുന്നുണ്ട്. സ്വാഭാവികമായും നമ്മൾ ചെറുപ്പം തൊട്ടേ കേട്ട് ശീലിച്ച ഒരു രീതിയായിരിക്കാം, അത് അനുവർത്തിച്ച് പോകുന്നതായിരിക്കാം. നമ്മളൊന്ന് മാറ്റി ചിന്തിച്ച് നോക്കണം. നിങ്ങളുടെ ഭാര്യ ആവട്ടെ, അല്ലെങ്കിൽ മക്കളാകട്ടെ, അല്ലെങ്കിൽ ഭർത്താവട്ടെ, ആര് തന്നെ ആവട്ടെ, അല്ലെങ്കിൽ നല്ല സുഹൃത്താവട്ടെ, ആര് തന്നെ ആവട്ടെ, നിരന്തരമായിട്ട് നമ്മളോട് ഓരോ കാര്യങ്ങളും നിരന്തരമായി ആവശ്യപ്പെട്ടുകൊണ്ടിരിക്കും. നമ്മളൊരു കാര്യം നടത്തി കൊടുക്കുന്നു, വീണ്ടും അവർ ആവശ്യപ്പെടുന്നു. നിരന്തരമായി നമ്മളോട് ഓരോ കാര്യങ്ങൾ ആവശ്യപ്പെടുമ്പോൾ സ്വാഭാവികമായിട്ടും നമുക്കൊരു മാനസിക ബുദ്ധിമുട്ട്, സാമാന്യ ഒരു ദേഷ്യം നമുക്ക് ഉറപ്പായിട്ടുണ്ടാവില്ലേ? അപ്പോൾ നമ്മളൊരു ക്ഷേത്രത്തിൽ ചെല്ലുമ്പോൾ നമ്മുടെ ഒരു ആഗ്രഹങ്ങൾ സാധിക്കണമെങ്കിൽ നമ്മൾ എപ്രകാരം ക്ഷേത്രത്തിൽ ദർശനം നടത്തണം, എപ്രകാരമാണ് ഈശ്വരനോട് പ്രാർത്ഥിക്കേണ്ടത് എന്നൊരു വിഷയത്തെ പറ്റി നമുക്ക് ഒന്ന് പരിശോധിച്ച് നോക്കാം. ആദ്യമായിട്ട് നമ്മളൊരു ക്ഷേത്രത്തിൽ ചെല്ലുമ്പോൾ നമ്മൾ ആ ക്ഷേത്രത്തിന്റെ ആരാധനാ ക്രമത്തിന്റെ ഭാഗമാകണം. ഇപ്പൊ ശബരിമലയിൽ പോകുമ്പോൾ ശബരിമലയിലെ ക്ഷേത്ര ദർശനം നടത്തുന്നതിന് ആചാര മര്യാദകൾ പറയുന്നുണ്ട്, അല്ലെ? വ്രതം നിന്ന് ഇരുമുടി കെട്ടേന്തി പമ്പയിൽ കുളിച്ച് പമ്പാ ഗണപതിയെ തൊഴുത്, അങ്ങനെ അപ്രകാരമാണ് ആ നടയിൽ ചെല്ലുന്നത്. ആ നടയിൽ ചെന്ന് നമ്മളൊന്ന് പ്രാർത്ഥിച്ചാൽ മതി. ഭഗവാനെ എന്നൊന്ന് വിളിച്ചല്ലേ, സ്വാമിയെ എന്ന് വിളിച്ചൊന്ന് പ്രാർത്ഥിച്ചാൽ മതി. ആർക്കെങ്കിലും ആ നടയിൽ ചെന്ന് നിന്ന് അവരുടെ കുറ്റങ്ങളും പരാതികളും അല്ലെങ്കിൽ കാര്യങ്ങളും ഒരുപാട് നേരം നിന്ന് പറയാനായിട്ട് സമയം കിട്ടാറുണ്ടോ? ഇല്ല. അവിടെ ചെന്നൊന്ന് പ്രാർത്ഥിക്കുക, അല്ലെങ്കിൽ അയ്യപ്പനെ ഒന്ന് വിളിക്കാൻ മാത്രമുള്ള സമയം കിട്ടും. ചിലപ്പോൾ ആ അമ്പലത്തിന്റെ അന്തരീക്ഷത്തിൽ നിന്നായിരിക്കും നമ്മുടെ ആഗ്രഹങ്ങൾ ചിലപ്പോൾ മനസ്സിൽ വിചാരിക്കുന്നത്, അല്ലെങ്കിൽ ആ ക്യൂ നിൽക്കുമ്പോഴായിരിക്കും നമ്മുടെ ആഗ്രഹങ്ങൾ മനസ്സിൽ വിചാരിക്കുന്നത്. ഭഗവാനെ എന്നൊന്നും ഒരു നോട്ടം കാണുവാൻ മാത്രമേ സാധിക്കൂ. അതേപോലെ ഗുരുവായൂരൊക്കെ ചെല്ലുമ്പോഴും അങ്ങനെയല്ലേ പറ്റുന്നത്. എന്നിട്ടും ആ ക്ഷേത്രങ്ങളിൽ ദർശനം നടത്തുമ്പോൾ ആ ഭക്തന് അവന്റെ ആഗ്രഹങ്ങൾ പലതും സാധിക്കുന്നുണ്ട്, അവന്റെ ജീവിതത്തിൽ പല മാറ്റങ്ങളും ഉണ്ടാകുന്നുണ്ട്. ശ്രദ്ധിച്ചാൽ മനസ്സിലാവും. അപ്പോൾ നമ്മൾ ക്ഷേത്രത്തിൽ പോകുമ്പോൾ നമ്മുടെ ആരാധന സമ്പ്രദായങ്ങളൊന്ന് മാറ്റിപ്പിടിക്കുക. എങ്ങനെയാ? ആദ്യം നമ്മൾ ക്ഷേത്രത്തിലെ, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ, ക്ഷേത്രത്തിന്റെ ആരാധന ആചാരങ്ങളുടെ ഭാഗമാക്കണം. അപ്പോൾ ഒരു ക്ഷേത്രത്തിൽ ചെല്ലുമ്പോൾ അവിടെ ചെന്ന് ദേവസന്നിധിയിൽ ചെന്ന് ഭഗവാനോട് ഭഗവാന്റെ മൂലമന്ത്രങ്ങളോ ധ്യാന ശ്ലോകങ്ങളോ സ്തോത്രങ്ങളോ ഒക്കെ അറിയാമെങ്കിൽ അതൊക്കെ ചൊല്ലി ഒന്ന് പ്രാർത്ഥിച്ച് ഭഗവാന്റെ ശ്രീലകത്തിന്, അത് ഓരോ ക്ഷേത്രങ്ങളിലും ദേവതയുടെ അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ട് പ്രദക്ഷിണങ്ങളെ പറ്റി പറയുന്നുണ്ട്. എങ്കിലും എല്ലാ ക്ഷേത്രങ്ങളിലും 1-3 പ്രദക്ഷിണം ചെയ്യാം. അപ്പൊ ആ പ്രകാരമുള്ള പ്രദക്ഷിണം സാവധാനം വെക്കുക. പ്രദക്ഷിണം വെക്കേണ്ടത് വളരെ സാവധാനമായിരിക്കണം. അപ്പൊ വളരെ സാവധാനം ആ പ്രദക്ഷിണം പൂർത്തിയാക്കുമ്പോൾ, ആ പ്രദക്ഷിണം ചെയ്യുമ്പോൾ നമ്മുടെ കൈ ഇങ്ങനെ അഞ്ജലി മുദ്രയോടുകൂടി ഹൃദയത്തോട് ചേർത്ത് വെച്ച് ഭഗവാന്റെ ആ സ്വരൂപം മനസ്സിൽ ധ്യാനിച്ച് അറിയാവുന്ന മന്ത്രങ്ങളും സ്തോത്രങ്ങളും ജപിച്ചുകൊണ്ട് സാവധാനം പ്രദക്ഷിണം ചെയ്യാം. ശേഷം ആ ശ്രീലകത്തിന് മുന്നിൽ ചെന്ന് നിന്ന് ഭഗവാനോടൊന്ന് പ്രാർത്ഥിക്കുക. പ്രാർത്ഥിക്കുമ്പോൾ ശ്രീലകത്ത് കുടികൊള്ളുന്ന ദേവതയും പുറത്തു നിൽക്കുന്ന ഭക്തനും തമ്മിലുള്ള അന്തരം കുറയണം. ആ ഉള്ളിലിരിക്കുന്ന ദേവതയെ നമ്മുടെ ഒരു ഉറ്റ സുഹൃത്തായി കണ്ട്, അല്ലെങ്കിൽ നമ്മുടെ ഒരു ഗുരുവായി കണ്ട്, അല്ലെങ്കിൽ നമ്മുടെ ഒരു പിതസ്ഥാനീയനായി കണ്ട് നമ്മുടെ എല്ലാ കാര്യങ്ങളും നമ്മൾ ഷെയർ ചെയ്യുക. നമ്മുടെ ജീവിതത്തിലെ സന്തോഷങ്ങളും ഷെയർ ചെയ്യുക, സങ്കടങ്ങളും ഷെയർ ചെയ്യുക. ഒരിക്കലും ഒരു ആഗ്രഹങ്ങളായിട്ട് അവിടെ ഒന്നും പറയരുത്. നമ്മുടെ ജീവിതത്തിലെ കാര്യങ്ങളെല്ലാം, അല്ലെങ്കിൽ നമ്മുടെ വിശേഷങ്ങളെല്ലാം നമ്മളൊരു സുഹൃത്തിനോട് പറയുന്നത് പോലെ അവിടെ പറയുക. ഭഗവാനത് ഉൾക്കൊള്ളും. ഭഗവാനത് ഉൾക്കൊണ്ട് നമ്മൾക്ക് അർഹമായ കാര്യങ്ങൾ, നമ്മുടെ ജീവിതത്തിൽ അർഹമായ മാറ്റങ്ങൾ സംഭവിക്കും. ഭഗവാന്റെ അനുഗ്രഹ കലകളിൽ നിന്നും ഭക്തരിലേക്ക് അനുഗ്രഹം വർഷിക്കുമ്പോൾ അത്
ഇപ്പോൾ സാമ്പത്തിക പ്രശ്നമാണ് അല്ലെങ്കിൽ ജോലി അങ്ങനെയുള്ള പ്രശ്നങ്ങളാണെങ്കിൽ ഭഗവാന്റെ സമൃദ്ധി കലകളിൽ നിന്നും ആ ഭക്തനിലേക്ക് അനുഗ്രഹം വർഷിക്കുമ്പോൾ ആ അവസ്ഥയെ തരണം ചെയ്ത് മുന്നോട്ട് പോകുവാനുള്ള ഒരു മനസാന്നിധ്യം ഭക്തനിൽ ഉണ്ടാകുന്നു. അതുപോലെ ഇപ്പൊ നമുക്ക് ഒരു പ്രശ്നങ്ങളുണ്ട്, അല്ലെങ്കിൽ സുഹൃത്തുക്കൾ തമ്മിൽ തർക്കങ്ങള്, അങ്ങനെയൊക്കെയുള്ള പല പ്രശ്നങ്ങൾ അല്ലെ ശത്രുദോഷങ്ങളൊക്കെ നമ്മളെ ബാധിച്ചിട്ടുണ്ടെങ്കിൽ നമ്മളവിടെ ചെന്ന് ഇന്ന പ്രശ്നങ്ങൾ നമ്മളെ ബാധിച്ചിട്ടുണ്ട് എന്ന രീതി, അല്ലെ ഇന്ന പ്രശ്നങ്ങൾ ഞാൻ അലട്ടുന്നുണ്ട് എന്ന രീതിയിലേക്ക് മാത്രം പറയുക. അപ്പോൾ അതിന് കാരണമാകുന്ന വിഷയം എന്താണോ അതിനെ ഇല്ലാതാക്കുവാൻ അല്ലെങ്കിൽ ആ അവസ്ഥയെ തരണം ചെയ്യുവാനായിട്ട് ഭഗവാൻ അതിന്റെ ആ കലകളിൽ നിന്ന്, ഇപ്പം ശത്രുദോഷങ്ങളൊക്കെയാണ് അതിന്റെ കാരണമെങ്കിൽ സംഹാര കലകളിൽ നിന്ന് അനുഗ്രഹം വർഷിക്കുകയും ആ അവസ്ഥയെ നമുക്ക് അതിജീവിക്കുവാനുള്ള ഒരു പ്രചോദനം നമ്മുടെ മനസ്സിൽ തന്നെ ഉണ്ടാവുകയും ചെയ്യുന്നു. ഞാൻ നേരത്തെയുള്ള വീഡിയോകളിൽ പറഞ്ഞിട്ടുണ്ട്, നമ്മുടെ ആത്മാവില് ഈശ്വര സാന്നിധ്യം വർദ്ധിക്കുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ നമുക്ക് മുന്നേറുവാനായിട്ട് സാധിക്കും. അപ്പോൾ അപ്രകാരം ആ ക്ഷേത്രത്തിൽ തൊഴുത് നമ്മുടെ കാര്യങ്ങളെല്ലാം പറയുക, നമ്മുടെ വിശേഷങ്ങൾ പറയുക, ആവശ്യങ്ങൾക്കുപരിയായ വിശേഷങ്ങൾ പറയുക. അതിൽ നല്ലതുണ്ടാകും, വിഷമങ്ങളുണ്ടാകും, ചീത്ത ഉണ്ടാകും, അല്ലെങ്കിൽ നമ്മൾ ചെയ്ത തെറ്റുകൾ ഉണ്ടാവും, അല്ലേ? അപ്പൊ അത് തെറ്റാണ് എന്ന് നമുക്ക് ബോധ്യമുണ്ടെങ്കിൽ, ഭഗവാനെ അറിയാതെ ചെയ്തു പോയതാണ്, അത് തെറ്റാണ് എങ്കിലും എന്റെ ചില സാഹചര്യങ്ങളിൽ ഞാനത് ചെയ്തു പോയതാണ് എന്ന രീതിയിലേക്ക് ഭഗവാനെ ബോധിപ്പിക്കുക. അവിടെയാണ് അത് ബോധിപ്പിക്കേണ്ടത്. അപ്പൊ അവിടെയാണ് നമ്മുടെ കാര്യങ്ങൾ തുറന്ന് സംസാരിക്കേണ്ടത്. ഭഗവാൻ അതിനുള്ള നമുക്ക് മുന്നിലേക്കുള്ള ഒരു പാത ഭഗവാൻ തെളിയിച്ചു തരും. പിന്നീട് ആ ക്ഷേത്രത്തിൽ നിന്ന് നമ്മൾ പൂജാ പ്രസാദങ്ങൾ വാങ്ങി അർഘ്യ തീർത്ഥം അല്ലെങ്കിൽ അഭിഷേക തീർത്ഥം സേവിച്ച് ഭഗവാന്റെ പ്രസാദം സ്വീകരിച്ച പ്രസാദത്തിനകത്ത് പുഷ്പങ്ങൾ ഉണ്ടാവും. ആ പുഷ്പങ്ങൾ നമ്മൾ മണപ്പിച്ച് ശിരസിൽ ചൂടുക. അപ്പൊ ഈ പുഷ്പങ്ങൾ മണപ്പിക്കുമ്പോൾ ആ ദേവപാദത്തിൽ മന്ത്രാർച്ചനകൾ നടത്തിയ പുഷ്പങ്ങളാണ് നാം മണപ്പിക്കുന്നത്. അപ്പോൾ ആ ദേവ ചൈതന്യത്തിന്റെ അംശമുള്ള പുഷ്പം ശ്വസന രൂപേണ ആ ചൈതന്യ അംശം നമ്മുടെ ശരീരത്തിലേക്ക് വ്യാപിക്കുന്നു. തീർത്ഥം ഭഗവാനെ അഭിഷേകിച്ച തീർത്ഥമായിരിക്കാം, അർഘ്യം കഴിച്ച തീർത്ഥമായിരിക്കാം. ഈ തീർത്ഥം സേവിക്കുന്നത് മൂലം ആ ചൈതന്യാംശം നമ്മുടെ ശരീരത്തിൽ ഉണ്ടാവുന്നു. ആ ശരീരത്തിൽ വരുന്ന ചൈതന്യാംശം നമ്മുടെ ഇന്ദ്രിയങ്ങളിലേക്കും നമ്മുടെ ആത്മാവിലേക്കും ആ ചൈതന്യം വ്യാപിക്കുകയും നമ്മുടെ ശരീരത്തിൽ നിൽക്കുന്ന നെഗറ്റീവ് എനർജികളെ പൂർണ്ണമായും ഇല്ലാതാക്കുകയും ചെയ്യും. അപ്പോൾ നമുക്ക് ആ ഒരു സാഹചര്യങ്ങളെ തരണം ചെയ്യുവാനായിട്ടുള്ള ആത്മബലം ഉണ്ടാവുകയും നമ്മുടെ മനസ്സ് നല്ലതുപോലെ പ്രവർത്തിക്കുകയും അതിനെ തരണം ചെയ്യുവാനുള്ള ചിന്താശേഷികൾ, പുതിയ ആശയങ്ങൾ നമ്മുടെ മനസ്സിൽ ഉടലെടുക്കുകയും ചെയ്യും. അപ്രകാരം നമുക്ക് ആ കാര്യങ്ങൾ നിറവേറ്റുവാനായിട്ട് സാധിക്കും. അപ്പോൾ ഈശ്വരനെ അറിഞ്ഞ്, ക്ഷേത്രത്തെ അറിഞ്ഞ്, ക്ഷേത്ര ആരാധനകളെ മനസ്സിലാക്കിക്കൊണ്ട് ഏതൊരു ക്ഷേത്രത്തിലും ദർശനം നടത്തുകയാണെങ്കിൽ ഈശ്വര അനുഗ്രഹത്താൽ നമ്മുടെ ആഗ്രഹങ്ങളെല്ലാം സാധിക്കും എന്നുള്ള വസ്തുത നാം മനസ്സിലാക്കുക. ഏവരെയും ഈശ്വരൻ അനുഗ്രഹിക്കട്ടെ.